നമസ്കാരം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി തിരുവനന്തപുരം നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പാക്കി വരുന്ന 10ാം തരം തുല്യതാ കോഴ്സിൻ്റെ ഈ വരുന്ന പരീക്ഷ ഈ ആഗസ്റ്റ് 24-ാം തീയതി 2021 ആഗസ്റ്റ് 21-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷ ഹിന്ദി പരീക്ഷയാണ്. അതിനോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അക്ഷര കൈരളി മാഗസിനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മാതൃക നിങ്ങൾ പഠിതാക്കൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ അവർക്ക് വേണ്ടി ഉത്തരങ്ങൾ തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഉത്തരങ്ങൾ ഈ പഠിതാക്കൾക്കായിട്ട് ഇവിടെ വിവരിച്ചു തരികയാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ ഈ ആൻസേഴ്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വഴി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ചൊന്ന് പറയാം. സമയം 2 മണിക്കൂറാണ്. ആകെ മാർക്ക് 40 ആണ്. ഇക്കഴിഞ്ഞ ജൂലൈ 2021 ലക്കത്തിൽ അക്ഷര കൈരളിയിൽ വന്ന ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യനുകളും ഉത്തരങ്ങളുമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ആദ്യം ഇതിന് സാമാന്യ നിർദ്ദേശ് എന്ന് പറഞ്ഞാൽ പൊതുവായ നിർദ്ദേശങ്ങൾ, ഈ പരീക്ഷാ ചോദ്യപേപ്പറുടെ നിർദ്ദേശങ്ങളാണ്. സബി പ്രശ്നവും കെ ഉത്തർ ലിഖേം എന്ന് പറഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ദോ പ്രശ്ന വൈകൽപിക് ഹൈ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. 15 മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം ദിയാ ജായേഗ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് നൽകപ്പെടുന്നു. ये प्रश्न का वाचन करने तथा उत्तर लिखने की पूर्व तैयारी के लिए है എന്ന് പറഞ്ഞാൽ ഇത് ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കുവാനും ഏതെല്ലാം ഉത്തരങ്ങൾ എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം എഴുതണം എന്നുള്ളതിന് വേണ്ടിയുള്ള പൂർവ്വ തയ്യാറെടുപ്പിനുള്ളതാണ്. ഈ സമയം കുച്ച് ന ലിഖേം, ഈ കൂൾ ഓഫ് ടൈം സമയത്ത് ഒന്നും എഴുതാൻ പാടുള്ളതല്ല. ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. ആദ്യത്തെ സൂചന സഹി ഉത്തർ ചുൻകർ ലിഖേം. ആദ്യത്തെ 5 ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ പല ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആ ബ്രാക്കറ്റിൽ നിന്ന് 3 എണ്ണത്തിൽ ശരിയായ ഒരു ഉത്തരം മാത്രം എടുത്ത് എഴുതിയാൽ മതിയാവും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ഉത്തരങ്ങൾ ആണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യത്തിനുമാണ്. ഒന്നാമത്തെ ചോദ്യം, വ്യാപാർ വ ബിക്രി ബഠാനെ കാ പ്രഭാവി തരീക്ക ക്യാ ഹൈ. വ്യാപാരം അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രഭാവശാലിയായിട്ടുള്ള രീതി എന്താണ്? 1 സമാചാർ പത്രം എന്ന് പറഞ്ഞാൽ വർത്തമാനപത്രം, 2 പരസ്യം, 3 റേഡിയോ. ഏതിലൂടെയാണ് നിങ്ങൾക്ക് വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്ന മാധ്യമം? തീർച്ചയായും ഒന്നാമത്തെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണാം. ഒന്നതിൻ്റെ അവിടെ വിജ്ഞാപൻ, പരസ്യം. രണ്ടാമത്തെ ചോദ്യം, ദുക്കാൻ പർ സജേ കോൺസാ ഫൽ ദേക്കർ ലേഖക ജി ലലിച്ച ഉഠ. കടയിൽ വെച്ചിരിക്കുന്ന ഏത് ഫലം, ഫ്രൂട്ട് കണ്ടിട്ടാണ് ലേഖകൻ്റെ മനസ്സ് ആഗ്രഹം പ്രകടിപ്പിച്ചത്? സേബ്, ആമ്, സംതര. ആപ്പിള്, മാമ്പഴം, ഓറഞ്ച്. കാശ്മീരി സേബ് എന്നുള്ള പാഠത്തിലാണ്. സേബാണ് ആൻസർ, ആപ്പിളാണ്. 1 മാർക്ക്. മൂന്നാമത്തെ ചോദ്യം, कौन सी बीमारी में व्यक्ति अपनी उम्र से कहीं ज़्यादा उम्र वाला दिखाई देता है? ഏത് അസുഖത്തിലാണ് വ്യക്തി തൻ്റെ വയസ്സിനെക്കാട്ടിലും വളരെ കൂടുതൽ വയസ്സുള്ളയാളായിട്ട് തോന്നുന്നത്? പാ എന്നുള്ള പാഠത്തിലെയാണ്. സിനിമ, അമിതാഭ് ബച്ചൻ അഭിനയിച്ച പാ എന്നുള്ള സിനിമ അതിരിക്തവാചനായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. അതിൽ ഒരു അസുഖത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അമിതാഭ് ബച്ചൻ അഭിനയിച്ച നാഷണൽ അവാർഡ് നേടിയ ഫിലിമാണത്. അതിൽ വളരെ പ്രത്യേകിച്ച് മലേറിയ, പോളിയോ, പ്രൊജോറിയ ആണ് പറയുന്നത്. ആൻസർ പ്രൊജോറിയ ആണ് ആൻസർ. ചെറിയ വയസ്സിൽ തന്നെ വലിയ വയസ്സായിട്ടുള്ളതായിട്ട് തോന്നപ്പെടുന്ന അസുഖത്തിൻ്റെ പേരാണ് പ്രൊജോറിയ. 4 ബർഗദ് കെ നീचे के सुशील और विनम्र पौधे अपने आप को क्या समझते हैं? ആൽമര ചുവട്ടിൽ നല്ല ശീലമുള്ളവരും വിനയത്തോടു കൂടിയും നിൽക്കുന്ന ചെടികൾ അവരവരെ തന്നെ എന്തായിട്ടാണ് മനസ്സിലാക്കുന്നത്? 3 ഉത്തരങ്ങളുണ്ട്. സൗഭാഗ്യവാൻ, ബദ്കിസ്മത്ത്,
ബദൻസീബ്, സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ സൗഭാഗ്യമുള്ളവരായിട്ട് കാണുന്നു. ബദ്കിസ്മത്ത്, ഭാഗ്യമില്ലാത്തവരായിട്ട് കാണുന്നു. ബദൻസീബ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമില്ലാത്തവരായിട്ട്, ശപിക്കപ്പെട്ടവരായിട്ട് കാണുന്നു. അല്ലെ ഉത്തരം സൗഭാഗ്യവാനാണ്. 1 മാർക്ക്. 5. किस सिद्धांत से स्टीफन हॉकिंग के नाम दुनिया भर में प्रसिद्ध हो गया? സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ചൊരു പാഠം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ ഏത് സിദ്ധാന്തത്തിലൂടെയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേര് ലോകം മുഴുവനും പ്രസിദ്ധമായത്? അറിയാമല്ലോ, ചലനശേഷി നഷ്ടപ്പെട്ട സ്റ്റീഫൻ ഹോക്കിങ്സ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറിയ പാഠം. 3 സിദ്ധാന്തങ്ങളുണ്ട്. ആപേക്ഷികതാ സിദ്ധാന്ത്, പൂഞ്ച് സിദ്ധാന്ത്, മഹാ ഏകീകൃത സിദ്ധാന്ത്. അല്ല, ശരി ഉത്തരം മഹാ ഏകീകൃത സിദ്ധാന്ത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം മാത്രം എടുത്തെഴുതിയിട്ടുണ്ട്. 1 മാർക്ക്. 6ാമത്തെ ചോദ്യം സഹി മിലാൻ കരീം. കായും ഖായും കൊണ്ട് ഓരോന്നിനും നേരെ ശരിയായ ഉത്തരം എടുത്തെഴുതുക. എടുത്ത് തന്നെ എഴുതണം. ഇതിപ്പോൾ തെറ്റാണ് കിടക്കുന്നത്. നേതാവിൻ്റെ മുന്നിൽ മിർഗെന്ന് കിടക്കുന്നു, അത് തെറ്റാണ്. അപ്പം നേതാവിൻ്റെ മുന്നിൽ ഏതെടുത്തെഴുതണം? ആ പാരഗ്രാഫ് ബി ഖായിൽ ഉള്ള മുഖിയ എടുത്തെഴുതണം. സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് ആൻസർ. അടുത്ത 2ാമത്തേത്, അതിനകത്ത് ഫൂൽ എന്നുള്ളതിൻ്റെ ശരിയായ ഉത്തരം പുഹുപ്പൻ. 3 മൃഗ് എന്നുള്ളതിൻ്റെ ശരിയായ ഉത്തരം മിർഗ്. 4 കഹ്താഹെ എന്നുള്ള ദോഹയിൽ നിന്നുള്ളതിൻ്റെ ശരിയായ പ്രാചീന ഹിന്ദി രൂപം കഹീം. അപ്പോൾ 4 മാർക്കായി. അപ്പോൾ 4, 1, 5, 6, 7, 8, 9 മാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം 40 മാർക്കിൽ 9 മാർക്ക് എന്ന് പറയുന്ന ഈ വിഭാഗം ഓരോ മാർക്ക് കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്ക് പരീക്ഷയിൽ പാസ്സാകാൻ പറ്റും. 10 മാർക്ക് 15 മാർക്ക് 50-ൽ മതിയാവും. പിന്നെ ഇൻ്റേണൽ മാർക്ക് CE മാർക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. 10 മാർക്ക് അധ്യാപകൻ്റെ കയ്യിലാണ്. അതിലെത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അറിഞ്ഞു കാണും. അപ്പോൾ ഇത് കളയരുത്. ഇത്രയും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സൂചന. 7 മുതൽ 9 വരെയുള്ള ചോദ്യം. അതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 7, 8, 9 ചോദ്യങ്ങളുടെ ഉത്തരം. അതിൽ ഞാൻ 7ൻ്റെയും 8ൻ്റെയും 9ൻ്റെയും ഉത്തരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയിൽ ഏതെങ്കിലും 7, 8 എഴുതാം, അല്ലെങ്കിൽ 8, 9 എഴുതാം, അല്ലെങ്കിൽ 7, 9 എഴുതാം. 3 എഴുതിയാലും കുഴപ്പമില്ല. 2 ശരിയായ ഉത്തരങ്ങൾക്ക് മാർക്ക് തരുന്നതാണ്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ചാണ്. അല്ല, 4 മാർക്കാണ്. 4 8 മാർക്കാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പം 7ാമത്തെ ചോദ്യം നോക്കാം. मोबाइल फ़ोन कंपनी सभी आधुनिक सुविधा वाली मोबाइल फ़ोन बाजार में निकाल रही है, उचित विज्ञापन तैयार करें. ഒരു മൊബൈൽ ഫോൺ കമ്പനി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നു. അതിന് വിറ്റഴിഞ്ഞ് പോകാൻ പറ്റിയ ഒരു പരസ്യം തയ്യാറാക്കുക. നോക്കുക, 2ാമത്തെ പേജിൽ ഞാൻ ആ വിജ്ഞാപനം തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നോക്കിക്കോളൂ. നയാ മൊബൈൽ, ആൾട്ടോ എന്ന് പേരിട്ട് ഞാൻ ആൾട്ടോന്നോ വോൾട്ടോന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഒത്തിരി പേരുകളുണ്ട്. ഇപ്പം വിപണിയിലുള്ളതിനെക്കാട്ടിലും പുതിയൊരു പേര് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? വിവിധ മോഡൽ ആധുനിക് സുവിധായും. വിവിധ മോഡലുകൾ വിവിധ മോഡലുകളിൽ ഇന്ന് ലഭ്യമാണ്. ആധുനിക സൗകര്യങ്ങളുണ്ട്. വിവിധ രംഗ്, നിരവധി കളറിലുണ്ട്. എക്സ്ചേഞ്ച് ഓഫറുണ്ട്. സ്മാർട്ട് ഫോൺ നയാ മൊബൈൽ 2021 അഗസ്റ്റ് 15 को आपके हाथों में 2021 अगस्त 15 को आपके हाथों में आकर्षक ऑफर. संपर्क करें ऑल्टो मोबाइल नई दिल्ली. फ़ोन नंबर 9446413526 944641352 रुपये 10,000 से शुरू. 10,000 രൂപ മുതൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആകർഷകമായിരിക്കണം. വാല്യൂ പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ. ഞാൻ പല സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ വേണമെന്നില്ല, പക്ഷേ എപ്പോഴും സംക്ഷിപ്തമായിരിക്കണം. പോസ്റ്ററുകൾ ആകർഷകമായിരിക്കണം. മറ്റുള്ളവരെ കണ്ടാൽ അത് മേടിക്കാൻ തോന്നുന്ന വിധത്തിലായിരിക്കണം. എന്തെങ്കിലും ഫോൺ നമ്പർ കൊടുക്കുക, എവിടെയെങ്കിലും സ്ഥലം കൊടുക്കുക. നൈ ദില്ലി വേണമെന്നില്ല, തിരുവനന്തപുരമെന്നോ കൊച്ചിയെന്നോ ബോംബെയെന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. മനസ്സിലായല്ലോ പരസ്യം എങ്ങനെ തയ്യാറാക്കണമെന്ന്? അത് എഴുതി പഠിച്ചുകൊള്ളുക. സ്ക്രീനിൽ നോക്കി ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോക്കി എഴുതാൻ പറ്റുന്നതാണ്. ആൻസേഴ്സ് എഴുതി പഠിക്കുക. 24-ാം തീയതി ഉള്ളൂ പരീക്ഷ. അടുത്ത 8ാമത്തെ ചോദ്യം. अठन्नी वापस लाने के लिए लेखक खोमचे वाले के पास गया. इस प्रसंग में दोनों के बीच का संभावित वार्तालाप लिखें.
8 അണ തിരിച്ചു നൽകുവാനായി ലേഖകൻ പലഹാരം വിൽക്കുന്നയാളുടെ കപ്പലിൻ്റെ വിൽപ്പനക്കാരൻ്റെ അടുക്കൽ പോയപ്പോൾ ഈ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് 2 പേർക്കും ഇടയിലുള്ള സംഭാഷണം തയ്യാറാക്കുക എന്നാണ് ചോദ്യം. ഏത് പാഠത്തിലാണെന്ന് മനസ്സിലായി കാണുമല്ലോ. കശ്മീരി സേബ് എന്നുള്ള പ്രേംചന്ദിൻ്റെ പാഠത്തിലെയാണ് ക്വസ്റ്റ്യൻ. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. ഞാനവിടെ എഴുതിയിട്ടുണ്ട്, ആ സ്ക്രീനിൽ നോക്കുക. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ. മിനിമം 2, 4, 6, 8 കോൺവെർസേഷൻ വേണം, അപ്പോഴേ 4 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കൂ, ലേഖക് പറയുന്നു, നമസ്തേ ഭായ് ഖോംചേവാല. നമസ്തേ സാഹബ്, ആപ്കോ ക്യാ ചാഹിയേ? എന്ത് വേണം? ലേഖക്, കുച്ച് നഹീ ചാഹിയേ, ഒന്നും വേണ്ട. മഗർ, പക്ഷേ. ഖോംചേവാല, ക്യാ ബാത് ഹൈ സാഹബ്, എന്താണ് കാര്യം സാറേ? ലേഖക്, കൽ മേ ഹം റേവടിയാം ഖരീദിനെ ആയാ ഥാ, ക്യാ തുമേ യാദ് ഹൈ? ഇന്നലെ ഞാൻ കുറച്ച് പലഹാരങ്ങൾ മേടിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു, എന്താ നിനക്ക് ഓർമ്മയുണ്ടോ? ഖോംചേവാല, ആ യാദ് ഹൈ, അതെ എനിക്ക് ഓർമ്മയുണ്ട്. ക്യാ ഹുവാ സാഹബ്, വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു? ലേഖൻ, തുജ്സെ ഏക് ഗലത്തി ഹുയി, നിങ്ങളിൽ നിന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. മേ പൈസയ്ക്ക് ജഗ ഏക് അഠന്നി ദേക്കർ ഗയാ, ഞാൻ ഒരു പൈസയുടെ സ്ഥാനത്ത് 8 അണ തന്നിട്ട് പോയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഖോംചേവാല, ഓ തോ യഹ് ബാത് ഹൈ, ഓ അതാണോ കാര്യം? ലീജിയേ സർ ആപ്കി 8 അന്നി, എന്നാൽ ബാക്കി 50 പൈസ 8 അണ നിങ്ങളെടുത്തോളൂ. മാഫ് കീജിയേ കി മേനെ ഭി ഉത്തന ധ്യാൻ നഹീ ദിയാ, ക്ഷമിച്ചാലും ഞാനും ആ ധൃതിയിൽ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല. ലേഖക്, കോയി ബാത് നഹീ, ठीक है धन्यवाद, ഒരു കുഴപ്പമില്ല. ठीक है धन्यवाद. ഖോംചേവാല, ധന്യവാദ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അവിടെ തീർക്കുകയാണ്. അപ്പോൾ കോൺവെർസേഷൻ അല്ലെങ്കിൽ വാർത്താലാപിൽ ആദ്യം ഒരു നല്ലൊരു തുടക്കം, പിന്നീട് ഒരു നന്ദിയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം, ബൂഢേ കുത്തേക്ക് ജീവൻ പർ ടിപ്പണി ലിഖേ. ബൂഢേ കുത്തേക്ക് ജീവൻ പർ, ബൂഢാ കുത്ത എന്ന് പറഞ്ഞൊരു പാഠം പഠിപ്പിക്കാനുണ്ടായിരുന്നു രാമവൃക്ഷ ബേണിപുരിയുടെ സംസ്മരണാത്മക് നിബന്ധ. അപ്പോൾ അതിൽ ആ ബൂഢാ കുത്തയെക്കുറിച്ച് ഒരു ജീവിതത്തിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നാണ് ചോദ്യം. 4 മാർക്കാണ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് ആൻസർ. ഞാൻ വായിക്കുന്നതുമ്പോൾ നിങ്ങൾക്ക് അത് കാണാം. ബൂഢേ കുത്തേക്ക ജീവൻ അഭിശാപ് സെ ഭരാ ഹെ. ആ വയസ്സനായ നായയുടെ ജീവിതം അഭിശാപം കൊണ്ട് നിറഞ്ഞതാണ്. ജവാനി और युवा अवस्था में ऐसे स्वामी भक्त कर्तव्यपरायण साहसी कुत्ता कोई दूसरा नहीं था. യുവാവസ്ഥയിലും ജവാനി ശൈശവാവസ്ഥയിലും ഐസെ സ്വാമി, ഇത്രയും സ്വാമി ഭക്തനായിട്ടുള്ള, യജമാന സ്നേഹിയായിട്ടുള്ള, കർത്തവ്യപരായൺ, തൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുള്ള, സാഹസിയായിട്ടുള്ള ഇതുപോലത്തെ ഒരു പട്ടിയെ, നായയെ നമുക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയുകയില്ല. ലേക്കിൻ ബൂഢാ ബൻനെ പർ ലോഗ് ഉസേ ഏക് ബന്ദൂഖ് സെ ഗോളി ഉടാക്കർ സമാപ്ത് കർനെ കോ സോച്താ ഹൈ. പക്ഷേ വയസ്സനായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ തോക്കിൻ്റെ ഒരു വെടിയുണ്ട കൊണ്ട് അവനെ സമാപ്തമാക്കാൻ ആഗ്രഹിക്കുന്നു. अब कठिन दर्द और भूखा पड़ा है. ഇപ്പോൾ വളരെയധികം കഠിൻ ദർദ്, വേദനയും और भूखा पड़ा है, ശരിക്കും വിശന്ന് വലഞ്ഞുകയാണ് ഈ പട്ടി. उसके शरीर को शक्ति नहीं है. ആ നായക്ക് ഇപ്പോൾ ശക്തിയില്ല, വയസ്സനായ പട്ടിക്ക്. ബുഡാപ്പ ശരീർ को झरझर बना दिया है. വാർദ്ധക്യം ശരീരത്തിനെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. വർത്തമാൻ സമാജ് മേ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ के बूढ़े लोगों का जीवन भी इसी प्रकार है. ഇന്നത്തെ അവസ്ഥയിൽ വൃദ്ധരായ ആൾക്കാരുടെ ജീവിതവും ഇപ്രകാരം തന്നെയാണ്. അത് അവതരിപ്പിക്കാനാണ് ബൂഢാ കുത്ത എന്നുള്ള പാഠം ലേഖകൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബുഢാപ്പ അഭിശാപ ഹെ, വാർദ്ധക്യം അഭിശാപമാണോ എന്ന് ചോദിക്കുകയാണ്. പാഠം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. 7, 8, 9 ചോദ്യങ്ങളിൽ ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. 3ൽ 2 എഴുതിയാൽ മതി. 3ൽ 3 എഴുതിയാലും കുഴപ്പമില്ല. നല്ല 2 മാർക്കേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരിക്കലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാതിരിക്കരുത്. എന്തെങ്കിലും എഴുതിയാൽ മാത്രമേ മാർക്കിടാൻ പറ്റുകയുള്ളൂ. ഒന്നും എഴുതിയില്ലെങ്കിൽ മാർക്കിടാൻ പറ്റുകയില്ല എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കാം. അടുത്തത് 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളുടെ സൂചന. 10 से 12 तक के प्रश्नों में से किन्हीं 2 प्रश्नों के उत्तर लिखें. ഈ സ്ക്രീനിൽ നിങ്ങൾ ആൻസർ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ അക്ഷര കൈരളി മാഗസിൻ ഉണ്ടാവണം.
അതിനകത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ആൻസർ കീ എഴുതിയിരിക്കുന്നതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കി വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 10, 11, 12 ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഒരെണ്ണം നിങ്ങൾക്ക് വിടാനുള്ള അവകാശമുണ്ട്. പക്ഷേ 2 മാർക്ക് വെച്ചേ ഉള്ളൂ. ശ്രദ്ധിക്കുക. 10ാമത്തെ ചോദ്യം, സ്റ്റീഫൻ ഹോക്കിംഗ് ജീവൻ മേ പത്നി കി ഭൂമിക ക്യാ ഥി? സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ജീവിതത്തിൽ ഭാര്യയുടെ പങ്ക് എന്താണ്? स्टीफन हॉकिंस के उत्तर, स्टीफन हॉकिंस के जीवन में पत्नी जेन वर्ल्ड की भूमिका ज़्यादा है. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ജീവിതത്തിൽ ഭാര്യയായ ജെയിൻ വേൾഡിൻ്റെ ആമുഖം വളരെ കൂടുതലാണ്. ഉൻകാ ഏക് ഹി ലക്ഷ്യ താ കി പതി കി ദേഖ്ഭാൽ മേ അപ്നാ ജീവൻ വ്യതീത് കർണ. അദ്ദേഹത്തിൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഭർത്താവിനെ നോക്കുന്നതിൽ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുക. വേ ഉൻകെ പതി കെ ലിയെ സ്റ്റിക്ക് കെ സഹാരെ ചലത്തെ थे. തൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു വടിക്ക് പകരമായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഒരു വടി തന്നെയായിരുന്നു, സഹായമായിട്ടുള്ള വടി തന്നെയായിരുന്നു അവർ. രോഗസെ പീഡിത് പതിക്ക് PhD ഉപാധി മേ ഉസ്കാ യോഗ്ദാൻ മഹത്വപൂർണ്ണ ഹൈ. രോഗം കൊണ്ട് അല്ലേ, അറിയാമല്ലോ, മോട്ടോർ വാസ്കുലർ ഡിസീസാണ്, നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, വളരെ പ്രശ്നങ്ങളുള്ളതാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇത്രയും വലിയ ലക്ഷ്യത്തിലെത്തി. PhD വരെയുള്ള ഡിഗ്രി സമ്പാദിക്കുന്നതിൽ ഇവരുടെ സംഭാവന വളരെ മഹത്വപൂർണ്ണമാണ്. 11ാമത്തെ ചോദ്യം, സിലിയ കഹാനി കെ സേഠ് ജി കാ വിജ്ഞാപൻ ഉൻകി കോൺ സി മാനസികത കാ ഇഷാര ഹോ സക്താ ഹൈ? സിലിയ എന്ന പാഠഭാഗത്തിലെ കഥയിൽ സേഠ് ജി ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു വിവാഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് മകളുടെ. അതിലൂടെ അദ്ദേഹത്തിൻ്റെ മാനസികതയുടെ ഏത് മാനസികാവസ്ഥയാണ് നമ്മളുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത്? सेठ जी की विज्ञापन से उसकी यह मानसिकता का इशारा मिलता है कि समाज में कोई जाति भेद नहीं होना चाहिए. അദ്ദേഹം പരസ്യം ഇട്ടിരുന്ന ഓർമ്മയുണ്ടോ? കുട്ടി ഏത് ജാതിക്കാരനായിരുന്നാലും പ്രശ്നമില്ല, തോറ്റവർക്ക് മാത്രം എന്നുള്ള ഒരു ഇത് അല്ലേ പരസ്യം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിച്ചാൽ മതി എന്നാണോ, ജയിച്ചവർക്ക് വേണ്ടി? അത് നിങ്ങളുടെ ആൻസേഴ്സിലുണ്ട്. അപ്പോൾ സിലിയ എന്ന പാഠഭാഗത്തിൽ ഇതാണ് ആൻസർ. ചേട്ടിയുടെ പരസ്യത്തിലൂടെ ഈ മാനസികാവസ്ഥയാണ് നമുക്ക് ലഭിക്കുന്നത്. സമൂഹത്തിൽ കോയി ജാതി ഭേദ് നഹി ഹോന ചാഹിയെ, ധർമ്മഭേദ് നഹി ഹോന ചാഹിയെ. വർണ്ണവ്യവസ്ഥ, ജാതിപരമായിട്ടുള്ളതൊന്നും സമൂഹത്തിലുണ്ടാകാൻ പാടില്ല എന്നാണ് അതിൽ മനസ്സിലാകുന്നത്. സബി മാനവ് ഏക് സമാൻ, എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ചിന്തയാണ് അതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. 12ാമത്തെ ചോദ്യം, ബൂढ़ा कुत्ता कहानी में लेखक और कुत्ते के बीच का संबंध कैसा था? ബൂഢാ കുത്ത എന്ന പാഠത്തിൽ ലേഖകനും പട്ടിയും തമ്മിലുള്ള സംബന്ധം എങ്ങനത്തേതായിരുന്നു? ആൻസർ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ബൂഢാ കുത്ത കഹാനി में लेखक और कुत्ते के बीच गहरा संबंध था. 12ാമത്തെ ആൻസറാണ്. ബൂഢാ കുത്ത എന്നുള്ള കഥയിൽ ലേഖകനും നായയുടെ തമ്മിലുള്ള ആഴത്തിലുള്ള അഗാധമായ സംബന്ധമാണ് ഉണ്ടായിരുന്നത്. വ കുത്ത സ്വാമി ഭക്ത ഥ. ആ നായ വളരെയധികം സ്വാമി ഭക്തനായിരുന്നു. കർത്തവ്യപരായ, തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ വളരെയധികം കർത്തവ്യനിഷ്ഠ ഉള്ള ആളായിരുന്നു. അവർ സാഹസിക കാര്യക്കാരനെ വേണ്ടി സഹായിക്ക, സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലും നായ വളരെയധികം സമർത്ഥനായിരുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? അടുത്തത് 13ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. എല്ലാ പാഠഭാഗവും പ്രോക്തി രചയിത പഠിച്ചു വച്ചിരിക്കണം. മനസ്സിലായല്ലോ? പാഠ പ്രോക്തി രചയിത. താലികാക്കി പൂർത്തീകരണം എന്നാണ് 13ാമത്തെ ചോദ്യം. ടേബിൾ പൂർത്തീകരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിൽ പാഠത്തിൻ്റെ പേര് തന്നിട്ടില്ല, പക്ഷേ പ്രോക്തി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് രചയിതാവും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിനകത്ത് പാഠവും തന്നിട്ടുണ്ട്, വിഭാഗവും തന്നിട്ടുണ്ട്, പക്ഷേ രചയിതാവില്ല. മൂന്നാമത്തേതിൽ പാഠമുണ്ട്, വിഭാഗം ഏതാണെന്നറിയത്തില്ല, പക്ഷേ രചയിതാവുണ്ട്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 3 രാശി എഴുതി കഴിഞ്ഞാൽ തന്നെ 3 മാർക്കാണ്. ഓരോന്നിനും ഓരോന്ന്, വെറുതെ കളയരുത്. ഇത് തന്നെ വരണമെന്നില്ല, പക്ഷേ എല്ലാ പാഠഭാഗവും നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ടേബിൾ അസൈൻമെൻറ്റായിട്ട്, ഞാനൊക്കെ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, CE മാർക്കിന് വേണ്ടി കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം.
പാഠ് കാ ശീർഷക് ഡാഷ് പ്രോക്തി കഹാനി രചയിത പ്രേംചന്ദ്. അപ്പോൾ തന്നെ അറിയാം പ്രേംചന്ദിൻ്റെ കഥ ഏതാ പഠിച്ചത്, ആകെ പറഞ്ഞേ പഠിച്ചിട്ടുള്ളൂ, കാശ്മീരി സേബ് എന്ന് അവിടെ എഴുതിയാൽ 1 മാർക്ക്. 2 ബൂഡാ കുത്ത എന്നുള്ള ശീർഷകമുണ്ട്, പാഠത്തിൻ്റെ പേരുണ്ട്. പ്രോക്തി സംസ്മരണാത്മക നിബന്ധാണെന്നുണ്ട്. ഇത് രണ്ടും അറിയാമെങ്കിൽ മൂന്നാമത്തെ രചയിതാവ് ആരാണെന്നറിയാം, രാമവൃക്ഷ് ബേണിപുരി. ആ ഡാഷിൽ എഴുതിയാൽ 1 മാർക്ക്. 3 അബ് ചിടിയ കഹാം രഹേഗി എന്ന് പാഠക ശീർഷക് കൊടുത്തിട്ടുണ്ട്. പ്രോക്തി ഡാഷാണ്, അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് എഴുതിയാൽ മതി. രചയിത മഹാദേവി വർമ്മ എന്നുണ്ട്. അപ്പോൾ അത് കവിതയാണെന്ന് നമുക്കറിയാം. അത് കവിത എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ സിലിയ, കാർത്തൂസ്, പിന്നെ താനാബാന, അങ്ങനെ ഒത്തിരി പാഠങ്ങളുണ്ട്. അപ്പോൾ ഇതേത് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, പഠിച്ചുകൊള്ളുക. ഇനി സൂചന 14 മുതൽ 16 വരെയുള്ള സൂചനയാണ്. കവിതാംശ് പഠേം और 14 से 16 तक के प्रश्नों के उत्तर लिखे. 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. നോക്കൂ കവിത. देखा एक बरगद का पेड़ खड़ा है, उसके नीचे हैं छोटे छोटे कुछ पौधे, असंतुष्ट और रुष्ट देखकर मुझको बोले, हम कितने बदकिस्मत हैं जो खतरों का नहीं सामना करते, कैसे वे ऊपर को उठ सकते हैं. इसी बड़े की छाया ने तो हमको बौना बना रखा है, हम बड़े दुखी हैं. നിങ്ങൾ പഠിച്ച കവിതയാണ് അല്ലേ? പൗധോം കി പീഡിയാം ആണോ, പിന്നെ അല്ലെങ്കിൽ ഏതാണ്, പേട് കി പീഡ അല്ലേ, ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പൗധോം കി പീഡിയാമാണ് ഈ പാഠം അല്ലേ, ഹരിവംശറായ് ബച്ചൻ്റെ പാഠം അല്ലേ. അപ്പോൾ ഇവിടെ ഇത് അതായിരിക്കും ആദ്യത്തെ ചോദ്യം. കിസ് കവിത സെ സംബന്ധിത ഹൈ, അതാണ് 14ാമത്തെ ചോദ്യം. പൗധോം കി പീഡിയാം എഴുതിയാൽ മതി. അവിടെ ചോയ്സ് ഒന്നുമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കവിത തന്നെ വരണമെന്നില്ല, വേറെ കവിത പഠിച്ചിട്ടുണ്ടല്ലോ, അതും വരാം. 15 എന്താണ്, ചോട്ടെ ചോട്ടെ പൗധെ കിസ്കെ നീച്ചെ ഹെ. ഉത്തരവുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് 15ൻ്റെ അവിടെ. ബർഗദ് കെ പേട് കെ നീച്ചെ, ആൽമര ചോട്ടിലാണ് ചെറിയ മരങ്ങൾ നിൽക്കുന്നത്. 1 മാർക്ക്. 16 കിസ്നെ പൗധോം കോ ബൗന ബന രഖാ ഹെ. ആരാണ് ഈ ചെറിയ ചെടികളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്? ബർഗദ് കെ പേട്, ആൽമരമാണ് തന്നെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. ശരിയല്ല, 1 മാർക്ക്. എന്താണ് ഇതിൻ്റെ ആശയം നോക്കൂ. देखा एक बरगद का पेड़ खड़ा है, उसके नीचे हैं छोटे छोटे कुछ पौधे, असंतुष्ट और रुष्ट എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആൽമര ചുവട്ടിനെ, ആൽമരം ദാ അവിടെ കാണാൻ സാധിക്കുന്നു, അതിന് താഴെ ചെറിയ ചെറിയ കുറച്ച് മരങ്ങളുണ്ട്, ചെടികളുണ്ട്. അവർ അസന്തുഷ്ടരും ക്രുദ്ധരുമാണ്. എന്നെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ദേക്കർ മുച്ച്കോ ബോലെ ഹം കിത്തനെ ബദ്കിസ്മത്ത് ഹൈ, ഞങ്ങൾ എത്രത്തോളം ഭാഗ്യഹീനരാണ്. ജോ ഖതറോം കാ നഹീം സാമന കർത്തെ, അപകടങ്ങളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയത്തില്ല. സാമന നഹീം കർത്തെ, അപകടങ്ങളെ നേരിടാൻ അറിയില്ല. കൈസേ വേ ഊപ്പർ കൂട്ട് സക്തേ ഹെ, എങ്ങനെ ഇവർക്ക് മേലോട്ട് വരാൻ കഴിയും. ഇസി ബഡേക്ക് ഛായാനേത്തു, ഇതിൻ്റെ വലിയ മരത്തിൻ്റെ തണലിലാണ് ഹംകോ ബൗന ബനാ രഖാ ഹെ, ഈ ആൽമരമാണ് ഞങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. ഹം ബഡേ ദുഃഖി ഹെ, പൗദ പറയുന്നതാണ്, ഞങ്ങൾ വളരെയധികം ദുഃഖിതരാണ്. ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് എങ്കിലും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ വെച്ചുകൊണ്ട് അക്ഷരകേരളി മാഗസിൻ മുന്നിൽ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ആൻസർ പഠിച്ചെടുക്കേണ്ടതാണ്. പരീക്ഷ വന്നു കഴിഞ്ഞു, ഇനി വളരെ കുറച്ച് ദിവസം, 10 ദിവസം കൂടി ഉള്ളൂ ബാക്കി. അടുത്ത സൂചന നോക്കാം. ഇതുപോലെ വായിക്കണം. റീഡിംഗ് ടെസ്റ്റിന് CE മാർക്കുണ്ട്, അതറിയാമല്ലോ. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ റീഡിംഗ് ടെസ്റ്റ് നടത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് CE മാർക്ക് 10 കൊടുക്കേണ്ടത്. ക്ലാസ് അറ്റൻഡൻസ്, റീഡിംഗ് ടെസ്റ്റ്, പിന്നെ കോപ്പി ബുക്ക് റൈറ്റിങ്, ഇതെല്ലാമാണ് ഇതിന് നമ്മൾ പരിഗണിക്കുന്നത്, CE അല്ലെങ്കിൽ ഇൻ്റർണൽ മാർക്കിന് പരിഗണിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ചെയ്യണം. നോക്കൂ അടുത്തത്. നിമ്നലിഖിത് ഗദ്യാംശ പഠയും और नीचे दिए प्रश्नों के उत्तर लिखी. താഴെ നൽകിയിട്ടുള്ള ഗദ്യാംശം ഇത് ടെക്സ്റ്റ് ബുക്കിനുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറൊരു ഗദ്യാംശമാണ് തരിക. അപഠിതെന്ന് പറയും, വായിച്ചിട്ടില്ലാത്ത ഒരു പാരഗ്രാഫ് തരും. അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. एक बार एक छोटी सी तितली बाग में इधर उधर फूलों पर मंडरा रही थी. तितली के पंख बहुत कोमल और रंग बिरंगे थे. उसके 6 पैर थे. तितली फूलों का रस पी रही थी. वह हमको बहुत अच्छी लगी. तितली बाग की റാണി कहलाती है. ഈ കൊച്ചു കുട്ടികൾക്ക് 4ാം ക്ലാസ് 5ാം ക്ലാസ് കുട്ടികൾക്കുള്ള കൊടുക്കുന്ന പാരഗ്രാഫാണ് ഈ പാരഗ്രാഫ്. അതാണ് നിങ്ങൾക്ക് 10ാം തരം തുല്യതയ്ക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും നിസാരമായ ഇതിൻ്റെ ആശയം മനസ്സിലാക്കിയെങ്കിൽ, പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 10ാം തരം തുല്യതയിൽ ഹിന്ദി പാസ്സാകുന്നതിൽ ക്വാളിറ്റി ഉള്ളൂ.
അപ്പോൾ ഇത് വായിച്ചു പഠിക്കണം. ഏക് ബാർ ഒരു പ്രാവശ്യം ഒരു ഛോട്ടി സി തിത്തലി വളരെ ചെറിയ ഒരു ചിത്രശലഭം പൂമ്പാറ്റ ബാഗ്മേ പൂന്തോട്ടത്തിൽ ഇധർ ഉദർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൂലോം പർ മണ്ടറ രഹി ഥി പൂക്കളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. തിതലി കെ പങ്ക് ബഹുത് കോമൾ അവർ രംഗ് ബിരംഗി ഥി ആ ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ വളരെ കോമളും മൃദുലവും രംഗ് ബിരംഗി ഥി പല വർണ്ണങ്ങളോടും കൂടിയതായിരുന്നു. ഉസ്കെ ചഹ് പൈർ ഥി അവയ്ക്ക് 6 കാലുകളുണ്ടായിരുന്നു. തിതലി ഫൂലോം കാ രസ് പീ രഹി ഥി ഈ ചിത്രശലഭം പൂക്കളുടെ രസം പീ രഹി ഥി കുടിക്കുകയായിരുന്നു. വഹ നമുക്ക് ബഹുത് അച്ചി ലഗി അത് നമുക്ക് ആ രസം കുടിക്കുന്ന തേൻ കുടിക്കുന്ന ചിത്രശലഭത്തിനെ കാണാൻ വളരെ നന്നായിട്ട് തോന്നി. തിത്തലി ബാഗിക്ക് റാണി കാലാത്തിയ പൂന്തോട്ടത്തിലെ റാണിയായിട്ടാണ് ചിത്രശലഭത്തിനെ കണക്കാക്കുന്നത്. ഇനി ചോദ്യങ്ങളിലോട്ട് പോകാം. 17ാമത്തെ ചോദ്യം, ബാഗ്മേ ഫൂലോം പർ കോൻ മണ്ടറ രഹി ഥി പൂന്തോട്ടത്തിൽ പൂക്കളുടെ പുറത്ത് ആരാണ് ചുറ്റിക്കറങ്ങി നടന്നിരുന്നത്? ഉത്തരം ബാഗ്മേ ഫൂലോം പർ തിത്തലി മണ്ടറ രഹി ഥി പൂക്കളുടെ മുകളിൽ ചുറ്റിക്കറങ്ങി നടന്നിരുന്നത് പൂമ്പാറ്റയായിരുന്നു. 1 മാർക്ക്. 18 തിത്തലി കഹാം സെ രസ് പീ രഹി ഹെ ചിത്രശലഭം എവിടെ നിന്നാണ് തേൻ കുടിക്കുന്നത്? തിത്തലി ഫൂലോം കാ രസ് പീ രഹി ഹെ പൂക്കളിൽ നിന്നാണ് അല്ലെങ്കിൽ പൂക്കളുടെ രസമാണ് നുകരുന്നത്. അടുത്ത 19 തിത്തലിക്ക് പങ്ക് കൈസേ ഹെ തിത്തലിക്ക് പങ്ക് കോമൾ और रंग बिरंगे എല്ലാം അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വരത്തില്ല പരീക്ഷയ്ക്ക്, ഇതുപോലെ വേറൊരു പാരഗ്രാഫ് വരും. അപ്പോൾ അതായത് ആൻസർ അതിൽ തന്നെ നോക്കി എഴുതിയാൽ മതിയാവും, പാസ്സാവും. പരീക്ഷ A+ എല്ലാവർക്കും കിട്ടും. തിത്തലിക്ക് പങ്ക് കോമൾ और रंग बिरंगे ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ വളരെ മൃദുലവും വളരെ പല വർണ്ണങ്ങളോടും കൂടിയതാണ്. 20 തിത്തലിക്ക് കിത്തനെ പൈർ ഹെ ചിത്രശലഭത്തിന് എത്ര കാലുകളുണ്ട്? തിത്തലിക്ക് ചഹ് പൈർ ഹെ ചിത്രശലഭത്തിന് 6 കാലുകളാണ്. ഇതിനെല്ലാം ഓരോ മാർക്കായി കഴിഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 20-25 മാർക്കായി കഴിഞ്ഞു വളരെ പെട്ടെന്ന്. പിന്നെ ആ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതുന്നതിൽ പ്രയാസമുണ്ട്. 20 തിത്തലിക്ക് കിത്തനെ പൈർ ഹെ പറഞ്ഞു കഴിഞ്ഞു, ചഹ് പൈർ ഹെ. അടുത്ത 21ാമത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ക്രിയയാണ്, ഗ്രാമറാണ്. വർത്തമാൻ കാലിക് വാക്യ ചുൻകർ ലിഖെ അത് മനസ്സിലാക്കി എഴുതാൻ പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. 3 കാലങ്ങളുണ്ട്, വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. അപ്പോൾ ഇവിടെ തിത്തലി ഉടുത്തി ഹെ, തിത്തലി ഉടുത്തീതി, തിത്തലി ഉടേകി എന്നുള്ള 3 കാലങ്ങളുണ്ട്. ഇതിൽ നിന്ന് വർത്തമാനകാലം പെട്ടെന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതാ എഴുതേണ്ടത്? ആദ്യത്തെ എഴുതണം, തിത്തലി ഉടുത്തി ഹെ, അത് വർത്തമാനകാലമാണ്. തിത്തലി ഉടുത്തി ധീ എന്നുണ്ടെങ്കിൽ അത് ധീ ചിത്രശലഭം പറന്നു ഇരുന്നു കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് ഭൂതകാലം. തിത്തലി ഉടേകി ചിത്രശലഭം പറക്കും, അത് ഏത് കാലം? പറക്കും. വരാൻ പോകുന്ന കാലം ഭാവി കാലം. 1 മാർക്കാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ പറയാൻ മനസ്സിലാകത്തുള്ളൂ, അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അടുത്ത 22ാമത്തെ ചോദ്യം, ഉസ്കേമേം നിഹിത് സർവനാം കോൻസാ ഹെ ഉസ്കേമേം നിഹിത് സർവനാം കോൻസാ ഹെ നിങ്ങൾക്കറിയാം, സർവനാമനെ കുറിച്ച് അറിയാം. സജ്ഞ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സർവനാമം. അപ്പോൾ വഹ് പ്ലസ് കെ ആണ് ഉസ്കെ. ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, യഹ്, ഹം, വഹ്, വേ. അപ്പോൾ യഹ് പ്ലസ് കെ ആയിരുന്നെങ്കിൽ ഇസ്കെ ആവും, ഹം പ്ലസ് കെ ആണെങ്കിൽ ഹമാരെ ആവും, വഹ് പ്ലസ് കെ ഉസ്കെ ആണ്, അതാണ് ശരിയായ ഉത്തരം. 1 മാർക്ക്. വേ പ്ലസ് കെ ആണെങ്കിൽ ഉൻകെ. അത് നിങ്ങൾ ചേർത്ത് എഴുതി പഠിച്ചേ പറ്റുള്ളൂ. മേം പ്ലസ് കാ കെ കി, തും പ്ലസ് കാ കെ കി, വഹ് പ്ലസ് കാ കെ കി, മേരാ മേരെ മേരി എന്ന് കിട്ടും. മേം പ്ലസ് കാ കെ കി ആണെങ്കിൽ മനസ്സിലായോ? മേം പ്ലസ് കാ മേരാ, മേം പ്ലസ് കെ മേരെ, മേം പ്ലസ് കി മേരി, തു പ്ലസ് കാ തുജ്കാ, തും പ്ലസ് കാ തുമാരാ, ഹം പ്ലസ് കാ ഹമാരാ, ഹം പ്ലസ് കെ ഹമാരെ, ഹം പ്ലസ് കി ഹമാരി. ഇങ്ങനെ പോകും. അടുത്ത 23ാമത്തെ ചോദ്യം, മാതൃഭാഷാമി അനുവാദ് കരി മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുക. 3 മാർക്കാണ്, എളുപ്പമാണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേട്ട് കാണും. തിതലി ഫൂലോം കാ രസ് പീ രഹി ഥി പൂമ്പാറ്റ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ചിത്രശലഭം പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുകയായിരുന്നു. വഹ് ഹംകോ ബഹുത് അച്ചി ലഗി അത് നമുക്ക് വളരെ ഭംഗിയുള്ളതായി തോന്നി. തിതലി ബാഗ് കി റാണി കാലാത്തി ഹെ പൂമ്പാറ്റ അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ പൂന്തോട്ടത്തിലെ റാണി എന്ന് പറയപ്പെടുന്നു, വിളിക്കുന്നു. 3 മാർക്ക് കിട്ടും. അടുത്ത ലാസ്റ്റ് ചോദ്യം 24, തിതലി പർ ഏക് ലേഖ് ലിഖേം. 4 മാർക്കാണ്. ചിത്രശലഭത്തിനെ കുറിച്ച് ഒരു ലേഖനം എഴുതുക. അത് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ആൻസർ.
तितली बाग की रानी कहलाती है. इसके चल पैर है, इनके कई रंग के होते हैं, इनके पंखे बहुत कोमल और रंग बिरंगे हैं. तितलियाँ फूलों से रस पीती हैं. जहाँ जहाँ पर फूल है वहाँ वहाँ पर തിതലിയാം है. ചിത്രശലഭം പൂന്തോട്ടത്തിൽ റാണി എന്ന് വിളിക്കപ്പെടുന്നു. അതൊക്കെ അതിനകത്തുള്ള ആൻസർ തന്നെയാണ്. ഞാൻ പുതിയ സെൻറ്റൻസ് ഒന്നും എഴുതിയിട്ടില്ല. ഇസ്കെ ചാൽ പയർ, ഇതിന് 6 കാലുകളുണ്ട്. ഇൻകെ കൈ രംഗക്കെ ഹോത്തെ, ഇവ നിരവധി നിറത്തിലുള്ളവയാണ്. ഇൻകെ പങ്ഖേം ബഹുത് കോമൾ और रंग बिरंगे हैं. ഇവരുടെ പങ്ക്, ചിറകുകൾ വളരെ മൃദുലവും വളരെ വർണ്ണത്തിലും ഉള്ളതാണ്, പല വർണ്ണത്തിലുമുള്ളവയാണ്. തിതലിയാ ഫൂലോം സെ രസ് പീത്തി ഹെ. ചിത്രശലഭങ്ങൾ, പൂമ്പാറ്റകൾ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നു. ജഹാൻ ജഹാൻ പർ ഫൂൽ, എവിടെയൊക്കെയാണോ പൂക്കളുള്ളത് വഹാം വഹാം പർ തിതലിയാം ഹെ, അവിടെയെല്ലാം ചിത്രശലഭങ്ങളെയും കാണാൻ കഴിയും. ഇത്രയേ ഉള്ളൂ ചോദ്യം. 40 മാർക്കിൻ്റെ ചോദ്യം ഇവിടെ അവസാനിക്കുകയാണ്. 2 40-ഉം പിന്നെ അവിടെ ഒരു എക്സ്ട്രാ 4 44, 2 46 മാർക്കിൻ്റെ ചോദ്യമേ ഉള്ളൂ. ആ 4-ഉം 2-ഉം 6 മാർക്ക് നിങ്ങൾക്ക് വിടാം. ബാക്കി 40 മാർക്ക് എഴുതണം. 46 മാർക്ക് എഴുതാൻ ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. നിങ്ങൾക്കറിയാമായിരിക്കും A+ൻ്റെ മാർക്ക് 40-ൽ 36 അല്ലേ? അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഈ ഓൺലൈൻ സമയത്ത്, ഈ കോവിഡ് എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒത്തിരി 10ാം ക്ലാസ് പഠിതാക്കളുണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെയെങ്കിലും ഒരു ആൻസർ എനിക്ക് തയ്യാറാക്കാൻ പറ്റിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്നും നിങ്ങളോട് എൻ്റെ നന്ദിയും കടപ്പാടും ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പരിമിതി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ആൻസറുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവയെല്ലാം പൂർണ്ണമായും ശരി എന്നൊന്നും പറയാൻ ഞാൻ അർഹനല്ല. എങ്കിലും നിങ്ങൾ ജീവിതത്തിൻ്റെ പല വഴിയിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ സ്വപ്നം നിങ്ങൾക്ക് നടക്കുകയാണ്. നടക്കട്ടെ, പാസ്സാകട്ടെ, അത് പൂവണിയട്ടെ. പല വയസ്സുകളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നന്ദിയോ ഇതോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ അതിനകത്ത് തന്നെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൊബൈൽ ഫോണിൻ്റെ കമ്പനിയിൽ സമ്പർക്ക് കരയും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ എൻ്റെ നമ്പറാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് നന്ദിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, താങ്ക്സ് അറിയിക്കാം. വളരെ സന്തോഷം. അപ്പോൾ വീണ്ടും ജീവിതത്തിൻ്റെ അടുത്ത ഉന്നതങ്ങളിലോട്ട് നിങ്ങൾ എത്തട്ടെ. +1 +2 പരീക്ഷകളിലോട്ട് പഠിക്കാൻ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക, എന്നും ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി ഒരു ക്ലാസ് വേണമെന്നുള്ള നിരവധി സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഇതിന് മുതിർന്നത്. പരിമിതികളുണ്ടാവുമെന്നറിയാം. ടെക്നിക്കലി വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഹിന്ദിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പഠിതാക്കളിൽ നിന്നും നല്ല പ്രതികരണം അതിനകത്ത് ലഭിക്കുന്നു. നന്ദി, നമസ്കാരം.